വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ നിങ്ങൾക്ക്? സ്കൂളൊക്കെ തുറന്നു ഭയങ്കര പഠിപ്പ് മൂഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കുറച്ച് ദിവസം മുന്നേ എന്തായിരുന്നു അവസ്ഥ? രാവിലെ എണീക്കണ്ട അല്ലേ, ഭയങ്കര തണുപ്പ്, പുറത്ത് ഭയങ്കര മഴ, നല്ല ഉറക്കം അല്ലേ, കൂടെ ഭയങ്കര ഫുഡ്, പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു, കളിക്കുന്നു, ഭയങ്കര രസമായിരുന്നു അല്ലേ? ഇപ്പം എന്തായാലും ലൈഫിനൊരു ചിട്ട വന്നിട്ടുണ്ട് അല്ലേ? രാവിലെ എണീക്കണം, സ്കൂളിൽ പോകണം, തിരിച്ചു വന്നിട്ട് ഹോംവർക്ക് ചെയ്യണം അല്ലേ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും സ്കൂൾ ലൈഫ് ഭയങ്കര രസമാണ് അല്ലേ? അത് നമുക്ക് എപ്പോഴാണ് മിസ് ചെയ്യാന്നറിയോ? നമ്മുടെ അല്ലേ, നമുക്കിതൊക്കെ കഴിഞ്ഞ് പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടുമ്പോഴായിരിക്കും ഇത് എത്ര രസകരമായിരുന്നു നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സ്കൂൾ ലൈഫൊക്കെ നന്നായിട്ട് എൻജോയ് തന്നെ ചെയ്യണം. അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പഠനമാണ്. അപ്പം അതും എന്ത് ചെയ്യണം? വെൽ പ്ലാൻഡ് ആയിരിക്കണം കേട്ടോ. അത് എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ ചാപ്റ്റർ ഏതാണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ഇടുന്നത് കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ് മക്കൾ, വേഗം വായിച്ചു നോക്കുക. വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ആൻഡ് റൈറ്റ് ഇറ്റ് സിമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ത്, ആൻഡ് ഇതിന്റെ പ്രതീകം എഴുതുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനും കൊണ്ടുവന്നത് കേട്ടോ. എന്താണ് ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്? നമുക്കറിയാം ലെങ്ത്തിന് ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട് അല്ലേ? ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. ഏതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്? മീറ്റർ കേട്ടിട്ടുണ്ട്, സെന്റിമീറ്റർ കേട്ടിട്ടുണ്ട്, മില്ലിമീറ്റർ നമ്മൾ കേട്ടിട്ടുണ്ട്, കിലോമീറ്റർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പിന്നെയോ മൈക്രോമീറ്റർ അല്ലേ, നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കവർ ഉണ്ടല്ലോ, ആ കവറിൻ്റെ ഒക്കെ തിക്നെസ്സില്ലേ, കുഞ്ഞായിരിക്കില്ലേ, അത് നമ്മൾ ഈ അളവിലാണ് പറയാം, മൈക്രോമീറ്ററിൽ. പിന്നെയോ നാനോമീറ്റർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൈക്രോമീറ്ററിനേക്കാളും ചെറുതാണ് നമ്മുടെ നാനോമീറ്റർ. പിന്നെ വലിയ ആൾക്കാരിലോട്ട് പോകുമ്പോൾ കിലോമീറ്റർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പിന്നെയോ AU അല്ലെ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളെ ഭൂമിൻ്റെയും സൂര്യനും ഇടയിലുള്ള ദൂരമാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, AU എന്ന് പറയുന്നത് അല്ലേ? ഇതുപോലെ ഒരുപാട് അളവുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്, നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏത് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യും? നിങ്ങൾ ഒരു ഡൗട്ടും വേണ്ട, മീറ്റർ ആണ് നമ്മളുടെ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്. എങ്ങനെയാണ് എഴുതുക? മീറ്റർ അല്ലേ? നിങ്ങൾ യൂണിറ്റ് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്ററിൽ എഴുതാൻ ശ്രദ്ധിക്കണം കേട്ടോ. മീറ്റർ. സിമ്പിൾ എന്ന് ചോദിച്ചാൽ M അല്ലെ, സ്മോൾ M ആണ് നമ്മൾ കൊടുക്കാറ് കേട്ടോ. ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ഇത് ചോദിക്കാറ് കേട്ടോ. 2 മാർക്കായിട്ടാണ് ചോദിക്കാറ്. അപ്പോൾ ഇനി ആരും ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എഴുതാതിരിക്കാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടെങ്കിലും ഇതിൽ നിന്നും ബേസിക് യൂണിറ്റ്, അടിസ്ഥാന അളവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട് ആൻഡ് വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് മീറ്റർ സ്കെയിൽ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻഡ് മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? ഒരു ഡൗട്ടും വേണ്ട മക്കളെ, ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം നമ്മളെ കയ്യിലുള്ള മീറ്റർ സ്കെയിലല്ലേ, നമ്മൾ സാധാരണ നമ്മളെ ബോക്സിൽ ഉണ്ടാകുന്ന മീറ്റർ സ്കെയിലിൻ്റെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 15 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? ചിലടത്ത് വലുതുണ്ടാവും അല്ലെ, 30 സെൻറ്റിമീറ്റർ ഉണ്ടാവും അല്ലേ? അങ്ങനെ വലിയ, അതായത് 100 സെൻറ്റിമീറ്റർ വരെയുള്ള ഒരു സ്കെയിലാണ് 1 മീറ്റർ അല്ലേ, 1 മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പം നോക്കിയോ, ഇത് അല്ലേ നമ്മളുടെ ഈ ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ കയ്യിലുള്ള അല്ലെ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ അളവ്, അതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമ്മൾ മക്കൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഇതാണ് നമ്മളുടെ മീറ്റർ സ്കെയിൽ അല്ലേ? ഇതിലെന്തുണ്ട്? 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ അല്ലേ? അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ 1 സെൻറ്റിമീറ്ററിനെ തന്നെ നമ്മൾ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ, 10 കുഞ്ഞു 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 വരകളുണ്ട് അല്ലേ? അപ്പം ഈ ഒരൊറ്റ ഇതല്ലേ നമുക്ക് അളക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ ചെറിയ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1 മില്ലിമീറ്റർ ആണ് അല്ലേ? മില്ലിമീറ്റർ ആണ്. അപ്പം നിങ്ങളോട് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മീറ്റർ സ്കെയിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതി കൊടുക്കണം. ദാറ്റ് ഈസ് 1 മില്ലിമീറ്റർ. എന്താണ്? 1 മില്ലിമീറ്റർ. മില്ലിമീറ്റർ നമ്മുടെ 2 M എന്നിട്ടടുത്താണ് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കണം. വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട്? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് മെഷർമെന്റ് ദാറ്റ് ക്യാൻ ബി മെഷർഡ് ഫ്രം ആൻ ഇൻസ്ട്രുമെന്റ്. മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് ചോദിച്ചാൽ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മില്ലിമീറ്റർ ആണ് കേട്ടോ. അപ്പം ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. അപ്പം ഞാനിനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്നറിയോ?
ഞാൻ ചോദിക്കുകയാണ്, നമ്മളെ ചുമരിൽ അല്ലേ വാൾ ക്ലോക്ക് എന്ന് പറയും, നമ്മളെ ചുമരിലൊക്കെ ഉണ്ടാവില്ലേ, വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ക്ലോക്കില്ലേ, ആ ക്ലോക്കിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളത് കമൻറ്റ് ചെയ്യണം. ഞാൻ നോക്കും എത്ര പേർക്ക് അത് കറക്റ്റായിട്ട് അറിയും എന്നുള്ളത് നോക്കണം. ഇത് നമ്മളുടെ ലൈവ് ക്ലാസ്സസ് ഒക്കെ കണ്ട കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ലൈവിൽ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടന്റ് വീഡിയോസ് കാണുന്ന കുട്ടികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ ലൈവ് ക്ലാസ്സസും കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അതിൽ നമ്മൾ ഒരുപാട് കണ്ടൻസ് ഇതിൽ പറയാറുണ്ട്. ഓക്കെ, നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾ ഓരോ ചാപ്റ്ററും വളരെ രസകരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ലൈവ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ നോക്കും എത്ര പേര് ആൻസർ ശരിയായിട്ട് കമൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ശരി, ബൈ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.